എറണാകുളം ജില്ലയിൽ ലക്ഷറി വീട് നോക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ 14 സെൻറ്റ് 600 ലിങ്സിൽ 4000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഹോം തിയേറ്റർ ഫെസിലിറ്റീസും വരുന്ന വീടിൻ്റെ വിശേഷമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. നമുക്ക് ഈ ലക്ഷറി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. മനോഹരമായ ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം, നല്ല വീതി കൂടിയ BLTC ടാറിംഗ് റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എറണാകുളം ജില്ലയിലാണ്, കാക്കനാടിന് സമീപം പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 300-350 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് വരുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരിയിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, ആലുവയിലേക്ക് ഏതാണ്ട് ഒരു 11 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്റർ മാത്രം ദൂരവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. ഫോൾഡ് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് കൂടാതെ ഒരു പെഡസ്ട്രിയൻ ഗേറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഒരു ഡോർ ഫോൺ ഉള്ളത്. ഇവിടെ നിന്ന് അകത്തേക്ക് സംസാരിക്കാൻ വിധത്തിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ ഫ്രണ്ട് വാള് നിർമ്മിച്ചിരിക്കുന്നത്. മുൻവശത്തെ മതിൽ പ്ലാന്റഡ് ബോക്സ് നൽകിയിട്ടുണ്ട്. സിലിണ്ടർ ലൈറ്റ് എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഏതൊരു ഭാഗത്തേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളെല്ലാം ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. കൂടാതെ ആലുവ ഭാഗത്തേക്കായാലും, തൃപ്പൂണിത്തുറ ഭാഗത്തേക്കായാലും, പെരുമ്പാവൂർ സൈഡിലേക്കായാലും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കായാലും, കളമശ്ശേരിയിലേക്കായാലും, കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയയിലേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വിശാലമേറിയൊരു മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. ഒരു 5, 6, 7 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായൊരു എലിവേഷനിലാണ് കേട്ടോ ഈ ഭംഗിയുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബോക്സി മോഡലോ കണ്ടംപററി മോഡലിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. മുൻവശത്തെ മുറ്റം ഒരു കോബിൾ സ്റ്റോണാണ് പാകിയിരിക്കുന്നത്. മാത്രമല്ല ഒരു ലോൺ ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകിയിരിക്കുന്നു. മനോഹരമായൊരു എലിവേഷനിലാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. രാത്രികാലങ്ങളാണെങ്കിൽ നല്ല ഭംഗിയാണ് വീട് കാണാൻ.
തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വെസ്റ്റ് ദിക്കിലേക്കാണ് വരുന്നത്. ധാരാളം പ്ലാന്റുകളെല്ലാം വീടിന് ചുറ്റോട് ചുറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നനയ്ക്കുന്നതിനായി സ്പ്രിംഗ്ലറെല്ലാം സെപ്പറേറ്റായി നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സൈഡ് വശങ്ങളിലെല്ലാം ധാരാളം പ്ലാന്റുകൾ നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. സൈഡ് വശങ്ങളെല്ലാം നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം പ്ലാന്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളും മൊത്തം പ്ലാന്റുകൾ നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിണർ ഈ ഒരു ഭാഗത്താണ്, വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെള്ളം എപ്പോഴും ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ബാക്ക് വശത്തായി മാവ്, പ്ലാവ്, റംബൂട്ടാൻ പോലെയുള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം വീടിൻ്റെ ബാക്ക് സൈഡിൽ ലഭ്യമാണ്. അങ്ങനെ നമ്മൾ വീട് ചുറ്റിക്കറങ്ങി ലോണിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട്. വീണ്ടും മുൻവശത്ത് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് പോകാം. വീടിൻ്റെ മുൻവശത്തെ ഡോറ് നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. വീട് ഫേസ് ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കും. ഇവിടെയെല്ലാം പ്ലാന്റുകൾ നൽകിയിരിക്കുന്നു. ഓട്ടോമാറ്റിക്കായി നനയ്ക്കാവുന്ന വിധത്തിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുൻവശത്തെ ഡോറിൻ്റെ സൈഡിലെത്തിയിരിക്കുന്നു. നോർത്തിലേക്കാണ് ഈ വീടിൻ്റെ ഡോറ് ഫേസ് ചെയ്തിരിക്കുന്നത്. ബയോമെട്രിക് ഡോറാണ്. തേക്ക് മരത്തിലാണ് കേട്ടോ ഈ വീടിൻ്റെ എല്ലാ ഡോറുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. രണ്ട് സൈഡ് ഗ്ലാസ്, ടഫൻ ഗ്ലാസ് നൽകിയാണ് ഫുൾ ഓപ്പണായാണ് ഈ വീടിൻ്റെ ഒരു ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളം ലൈറ്റ് വരുന്ന രീതിയിലാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. സൈഡ് വശങ്ങളെല്ലാം വാൾപേപ്പറെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നതെല്ലാം മനോഹരമായൊരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ. ഈ ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഫാമിലി ലിവിങ് ഏരിയ സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനോട് അല്പം താന്നാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. യൂണിറ്റ് ഏരിയ TV പോയിൻ്റ് നൽകിയിരിക്കുന്നു. സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. സൈഡ് വശങ്ങളിൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള വിൻഡോസുകൾ നൽകിയാണ് അതിൻ്റെ നിർമ്മാണം. നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് ചെല്ലാം. ഡൈനിങ് സ്പേസിൽ ഒരു ക്രോക്കറി ഷെൽഫെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടുത്തെ എല്ലാ കോർണറിലും പ്ലാന്റുകൾ നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സൗകര്യം നൽകിയിരിക്കുന്നു. കയറി വരുമ്പോൾ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ് എല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വാം ലൈറ്റാണ് ഇതിന് നൽകിയിരിക്കുന്നത്. നേരെ നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നതെല്ലാം മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഒരു 16 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളി ഓപ്പൺ ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് ഒരു ഷട്ടറെല്ലാം നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഷട്ടറാണ്. നേരെ ഈ ഏരിയ നേരെ ചെന്നെത്തുന്ന ഒരു വാട്ടർ ഫൗണ്ടൻ ഏരിയയിലേക്കാണ്. നല്ലൊരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. വാളുകളിൽ സ്റ്റോണുകളെല്ലാം നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. ട്വിസ്റ്റ് ചെയ്താൽ വെള്ളം ലഭിക്കുന്ന വിധത്തിൽ വളരെ മനോഹരമായൊരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. കിച്ചൺ ഏരിയയിലേക്ക് വന്നാൽ ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫുഡ് ഡയറക്റ്റ്ലി കിച്ചണിൽ നിന്ന് സെർവ് ചെയ്യാവുന്ന വിധത്തിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വുഡെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ടീക്ക് വുഡാണ്. ടീക്ക് വുഡിലാണ് ഇതിൻ്റെ എല്ലാ നിർമ്മാണം. ഫുള്ളി ഓപ്പണായാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. 2 കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 2 കിച്ചണും മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഹുഡ് ആൻഡ് ഹോപ്പ് നൽകിയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ക്യാബിനറ്റുകൾ നൽകിയിരിക്കുന്നത്. പ്രൊഫൈൽ LED ലൈറ്റ് എല്ലാം നൽകിയിരിക്കുന്നു. ഇവിടുത്തെ കബോർഡ് വർക്കുകളെല്ലാം അക്രിലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് കിച്ചണിന്റെ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. വടക്ക് കിഴക്ക് മൂലയിലായി കിച്ചണും നൽകിയിരിക്കുന്നു. പുതിയൊരു മോഡൽ സിങ്ക് നൽകിയിട്ടുണ്ട്. പ്രഷർ പമ്പിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രഷർ പമ്പും നൽകിയാണ് ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡറി കിച്ചൺ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സെക്കൻഡറി കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയും ഹുഡും ഹോബും ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകിയിട്ടുണ്ട്. ധാരാളമായി കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ അക്രിലിക് മെറ്റീരിയൽസ് തന്നെ ഇവിടെയും ചെയ്തിരിക്കുന്നു. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയാണ് ഈ കിച്ചണും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് ഒന്ന് പോകാം. നല്ല സ്പേഷ്യസ് 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. മാത്രമല്ല ടഫൻ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. പുറത്തേക്ക് ഒരു വ്യൂ ലഭിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ ഗ്ലാസ്സുകളെല്ലാം, ഇവിടുത്തെ ടഫൻ ഗ്ലാസ് എല്ലാം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഭാഗത്തായി ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. ബാൽക്കണി ആണെങ്കിലും മഴവെള്ളം ഈ ബാൽക്കണിയിലേക്ക് കയറാത്ത രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ കബോർഡ് വർക്കുകളെല്ലാം ഒരു ഗ്രേ കളർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വലിയൊരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയ നല്ല സ്പേഷ്യസ് ബാത്റൂം അവൈലബിൾ ആണ്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ ആയി തിരിച്ച് തന്നെയാണ് ഈ ബാത്റൂം നൽകിയിരിക്കുന്നത്. കൗണ്ടർ വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സൗകര്യത്തോടു കൂടിയാണ് ഇതെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ടൈൽ പാറ്റേൺ മാറ്റ് ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ, LED ലൈറ്റുകൾ ഇതെല്ലാം നൽകി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു TV സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റോറേജ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ TV സ്പേസ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി വാർഡ്രോബ് സൗകര്യം നൽകിയിരിക്കുന്നു. ഇവിടെയും ഓപ്പൺ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലേക്ക് എൻട്രി ചെയ്യാവുന്ന വിധത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് പോയ ഒരു ഗ്രേ കളർ ഫിനിഷിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടൈൽ പാറ്റേൺ എല്ലാം വരുന്നത് മാറ്റ് ഫിനിഷിലാണ്. ഇവിടെയും കൗണ്ടർ വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സൗകര്യത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. GI വുഡിലാണിത് ചെയ്തിരിക്കുന്നത്. കാൻഡിലിവർ സ്റ്റെയർകേസാണ്. ഹാൻഡിലിന് ടഫൻ ഗ്ലാസും നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസ് എല്ലാം നൽകിയിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. ഇവിടെ ഒരു സ്റ്റാൻഡിങ് വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ വാളുകൾ ആർട്ട് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഫാൻസി ലൈറ്റുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അപ്പർ ലിവിങ് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായൊരു ലിവിങ് സ്പേസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിൽ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഹാൻഡ് റെയിലിന് ടഫൻ ഗ്ലാസും ടീക്ക് വുഡുമാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം ഗ്ലാസ് വർക്കുകൾ നൽകിയിരിക്കുന്നു. UPVCയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ കോർണറിലും പ്ലാന്റുകൾ നൽകാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അല്ല, നാച്ചുറൽ പ്ലാന്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ തേർഡ് ബെഡ്റൂം കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയും ഓപ്പണായി തന്നെ ഒരു വിൻഡോ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സ്പോട്ടിംഗ് ലൈറ്റുകളും LED ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. TV യൂണിറ്റ് അടിഭാഗത്തായി ധാരാളം സ്റ്റോറേജ് സൗകര്യം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും ഒരു ബാൽക്കണി അഡീഷണലായി ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾഡ്രോബ് സൗകര്യം ഈ ഒരു ഏരിയയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വാഷ് കൗണ്ടറെല്ലാം നൽകിയിരിക്കുന്നു. സ്റ്റോറേജ് സൗകര്യം നൽകിയിട്ടുണ്ട്. മിറർ യൂണിറ്റ് വരുന്നുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് ഈ ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടൈൽ പാറ്റേൺ വരുന്നത് മാറ്റ് ഫിനിഷിലാണ്.
ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടാലോ. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ലാസ്റ്റ് ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ബേ വിൻഡോ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സൈഡ് വിൻഡോ, ഒരു വിൻഡോ ഓപ്പൺ നൽകിയാണ് ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാൾഡ്രോഫ് ഈ ഒരു ഭാഗത്താണ് വാൾഡ്രോഫ് നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും ഫുൾ ലെങ്ത് മിറർ അവൈലബിൾ ആണ്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ബാത്റൂമിലെ സെയിം പാറ്റേൺ ആണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഏരിയ കാണാം. ഹോം തിയേറ്റർ സ്പേസ് ആണ്. നല്ല മനോഹരമായൊരു ഹോം തിയേറ്റർ സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 200 സ്ക്വയർ ഫീറ്റ് ഹോം തിയേറ്റർ സ്പേസ് ആണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. പുഷ് ബാക്ക് ചെയർ, ഒരു 6 ചെയറുകൾ ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല സൗണ്ട് പ്രൂഫാണ്. സൗണ്ട് പ്രൂഫിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഒന്ന് പോകാം. ഈ ഒരു ഭാഗം യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ വലിയൊരു ബാൽക്കണി സൗകര്യവും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. ഹാൻഡ് റെയിലിന് ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. പ്ലാന്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. സിലിണ്ടർ ലൈറ്റുകൾ സീലിംഗുകൾ നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമാണ് ഈ വീടിൻ്റെ ഈ ഒരു ഫേസ് വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ വിശാലമേറിയ മുറ്റം നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ വീടിൻ്റെ മുൻവശത്തെ വിശാലമേറിയ റോഡ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. 14 സെൻറ്റ് 600 ലിങ്സിൽ 4000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഹോം തിയേറ്റർ റൂം അടങ്ങുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില 2,98,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. നല്ലൊരു ലൊക്കേഷനിലാണോ ഈ വീട് വരുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വിൽക്കാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പർ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.